Why so much hate for this movie? DC യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് മൂവിയായ സൂപ്പർമാൻ ഇന്നലെ കണ്ടായിരുന്നു. ഓക്കെ, സോ DC യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് മൂവി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മൂവീസ് എല്ലാം DCEUയിൽ വരുന്ന മൂവീസ് ആയിരുന്നു. ഡേവിഡ് കോറൻസ്വൈറ്റ് സ്റ്റാർ ചെയ്ത് ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത് ഈ സൂപ്പർമാൻ ഒറ്റ വാക്കി പറഞ്ഞ അടിപൊളിയാണ്. സോ ഈ വേർഷൻ ഓഫ് സൂപ്പർമാൻ എനിക്ക് പേഴ്സണലി കുറേ കൂടെ ഇമോഷണലി കണക്റ്റ് ആയി. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാനെക്കാട്ടും എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നും. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം ഡീസൻറ്റ് പ്ലോട്ടുള്ള ഈ മൂവിക്ക് എന്തിനാണ് ഇത്രയും ഹെയ്റ്റ് എന്നുള്ളതാണ്. എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാൻ ഓർ സ്നൈഡർവേഴ്സിലെ സൂപ്പർമാൻ ആയിട്ടാണ്. പക്ഷേ അത് അത്രയ്ക്ക് നല്ലതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് DCEU ഫ്ലോപ്പായത്? നമ്മൾ ഫാക്ട്സ് എടുത്ത് നോക്കിയാൽ ആദ്യം മാൻ ഓഫ് സ്റ്റീൽ ഇറങ്ങിയ സമയത്ത് വെറും ആവറേജ് റെസ്പോൺസും ആവറേജ് റിവ്യൂവും കിട്ടിയൊരു മൂവിയാണ്. അതിനുശേഷം വന്ന ബാറ്റ്മാൻ വെച്ച് സൂപ്പർമാൻ ആണെങ്കിലും അൾട്ര ഫ്ലോപ്പുമായിരുന്നു, നല്ലൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ജസ്റ്റിസ് ലീഗ് ആണെങ്കിലോ വെറും പരാജയമായിരുന്നു. ട്രോളും നെഗറ്റീവ് റിവ്യൂസും കൊണ്ട് ബോക്സ് ഓഫീസ് ബോംബായിരുന്നു. DCEU യൂണിവേഴ്സ് മൊത്തത്തിൽ ഒരു പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ 1-2 കൊള്ളാവുന്ന മൂവീസ് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോൾ മൊത്തത്തിലൊരു ഡയറക്ഷൻലെസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയിരുന്നു അത്. നമുക്ക് അതിലേക്ക് പുതിയ മൂവീസ് ആഡ് ചെയ്യുന്നതിനെക്കാളും ഫ്രഷ് റീസ്റ്റാർട്ടാണ് ജെയിംസ് ഗൺ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നത്തെ സ്നൈഡർ മൂവീസിന് മെയിനായിട്ട് കേട്ടുകൊണ്ടിരുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ, മൂവീസ് എല്ലാം ഭയങ്കര ഡാർക്കാണ്, സൂപ്പർമാൻ ഓവർ പവേർഡ് ആണ്, പിന്നെ തിയേറ്ററിൽ വെളിച്ചവും കൊണ്ട് പോയാലേ നമുക്ക് മൂവി കാണാൻ പറ്റൂ, അങ്ങനെ പല പല കുറ്റങ്ങളായിരുന്നു. എന്നിട്ട് അന്നത്തെ ക്രിറ്റിസിസം എല്ലാം വെച്ച് ഇപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എടുത്തപ്പോഴേക്കും ആൾക്കാർ പറയുന്നു സ്നൈഡർവേഴ്സ് ആയിരുന്നു നല്ലത്, ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാനാണ് നല്ലതെന്നും. ഞാൻ ഒരിക്കലും പറയുന്നില്ല ജെയിംസ് ഗണ്ണിൻ്റെ ഈ വേർഷൻ ഓഫ് സൂപ്പർമാൻ ആണ് ബെസ്റ്റ് എന്നൊന്നും. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്, നമുക്ക് കുറേ കൂടെ കണക്റ്റ് ആകാൻ പറ്റുന്ന ഒരു സൂപ്പർമാനാണ്. പിന്നെ ഇതൊരു പുതിയ യൂണിവേഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ വി നീഡ് ടു ഗീവ് ദം സം ടൈം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റും ഇനി വരുന്ന പ്രോജക്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിനകത്തുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അടുത്ത് വരുന്ന ഈ യൂണിവേഴ്സിൻ്റെ ഒരു എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒരു ഹോപ്പാണ് വന്നത് ഫോർ ബെറ്റർ DC പ്രോജക്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. സൂപ്പർ ഹീറോ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡു ഗീവ് ഇറ്റ് എ ട്രൈ. ഇതേപോലുള്ള റിവ്യൂസും സജഷൻസിനും വേണ്ടി പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ.